അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ പ്രശ്നം വളരെ ഗൗരവപൂർവമാണ് കേരളം കൈകാര്യം ചെയ്യുന്നത്. ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട മരണപ്പെട്ട സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ജന്മിത്വത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത കേരളത്തിൽ അതിൻ്റെ ആശയ അടിത്തറ, ജാതീയത അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുണ്ടാവുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലുമുള്ള സംഭവങ്ങൾ. വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ചില ഭാഗങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ജാതീയമായ അധിക്ഷേപത്തിനും അതുപോലുള്ള വിവേചനത്തിനും എതിരായി ഗൗരവതരമായ പ്രതിരോധം എല്ലാ തലങ്ങളിലും, ആശയതലത്തിലും നിയമപരമായുമെല്ലാം ഉണ്ടാവേണ്ടതാണ്. കേരളം വളർത്തിയെടുത്തിട്ടുള്ള നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്കിനിയും സാധിക്കേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ജാതി അധിക്ഷേപത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശക്തിയായ ജാഗ്രത കേരളം ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ടതുണ്ട് എന്നത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും ഗൗരവപൂർവ്വം നമ്മൾ കാണണം. ഇക്കാര്യത്തിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യാൻ ജാഗ്രതയായ ഇടപെടൽ ഉണ്ടാവണം. നിയമപരമായ പഴുതുകൾ സൃഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള കുറ്റവാളികളുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കാനും കഴിയണം. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് വളർന്നു വരുന്ന ഇത്തരം പീഡനങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള കരുത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. എന്നാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ദുർബലമാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് ഇത്തരം ഇടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവണതകൾ ശക്തിപ്പെടുന്നതിന് അടിസ്ഥാനമാവുന്നു എന്നുള്ളതാണ് വസ്തുത. കലാലയത്തിനകത്ത് ജനാധിപത്യപരമായ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കപ്പെട്ട മേഖലയാണ് മിക്കവാറും സ്വാശ്രയ കോളേജുകളെല്ലാം, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളെല്ലാം. ഇത് വളരെ ഗൗരവപൂർവ്വം കേരളം പരിഗണിക്കേണ്ടുന്ന പ്രശ്നമായിട്ട് മാറുകയാണ്. ഇതേപോലെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം